ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് സലാഡാണ്. അതിനുള്ള ഐറ്റങ്ങളാണ് മാതളമുണ്ട്, ഓറഞ്ചുണ്ട്, മാങ്ങയുണ്ട്, പേരയ്ക്കയുണ്ട്, മുന്തിരിയുണ്ട്, വെള്ളയുണ്ട്, കറുപ്പുണ്ട്, നീലയുണ്ട്, പച്ചയുണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് കട്ട് ചെയ്യണം. അപ്പം കട്ട് ചെയ്ത് തുടങ്ങിയാലോ? അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. അപ്പം നമുക്ക് ആപ്പിൾ അങ്ങ് അരിഞ്ഞു തുടങ്ങാം. ഒന്നെടുക്കുന്നു, ഡബോ ഡിബോ. ആപ്പിൾ അങ്ങോട്ട് കട്ട് ചെയ്യാം. ഓരോന്നായിട്ട് നീ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. വേണ്ടില്ലേ? ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. കുനാന്നരിയണം കേട്ടോ. വേണ്ടില്ലേ? നമ്മൾ ആപ്പിളൊക്കെ അരിഞ്ഞ് തിന്നിട്ടുണ്ട്, നല്ല രീതിയിൽ അരിഞ്ഞിട്ടുണ്ട്. ഇത്രയും കഷ്ണമായിട്ട് അരിയണം, എങ്കിൽ മാത്രമേ കൊള്ളാവൂ. അപ്പോൾ നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോവാം. അടുത്ത ഐറ്റം ഓറഞ്ചാണ്. ഓറഞ്ച് നമുക്ക് കട്ട് ചെയ്യാം. രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് അരിയണം. ഇതുപോലെ വലിച്ചങ്ങോട്ട് ഊരിയെടുത്താൽ മതി. ഇത് ഓറഞ്ച് തന്നെ, വലിച്ചിട്ട് വരണതും ഇല്ല. ഇനി വേറെ വല്ലതും കൊടുക്കാനുണ്ടോ? ഇത് ഓറഞ്ച് അല്ല കേട്ടാ, ഒരു അബദ്ധം പറ്റിപ്പോയി. മുസാമ്പി ആയിരുന്നു. കഴിച്ചു നോക്കിയപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് മാങ്ങ അരിയാം. നല്ല മാങ്ങയാണ് കേട്ടോ, ഒരിടത്തും ഇല്ലെങ്കിൽ. മാങ്ങ ഇങ്ങനെ ചെത്തണം. അതുകൊണ്ട് മാങ്ങ ഉണ്ടില്ലേ, മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മാങ്ങ കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പോകുന്നത് മാതളത്തിലേക്കാണ്. വലിയൊരു മാതളമാണ്, പോണ്ണായി കിടുക്കാച്ചി മാതളമാണ്. മാതളം ഇങ്ങനെ അരിഞ്ഞങ്ങോട്ട് എടുക്കണം. ഈ സൈഡും അരിയണം. നല്ല രീതിയിൽ അരിയൊക്കെ ഒഴിക്കണം. എന്നിട്ട് ഇങ്ങനെ വെട്ടിപ്പൊളന്നെടുക്കണം. വെട്ടിപ്പൊളന്നെടുക്കാൻ കുറച്ച് സമയം എടുക്കും, അത്ര പാടാണ്. അപ്പോൾ നമ്മൾ മാതളം അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാം അടിപൊളി തന്നെ. അടുത്ത് നമ്മൾ മുന്തിരിങ്ങയാണ് അരിയുന്നത്. മുന്തിരിങ്ങ എടുത്ത് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം, എങ്കിലേ കൊള്ളാവൂ. മുഴുവനായിട്ടിട്ട് കാര്യമില്ല. ഇങ്ങനെ കട്ട് ചെയ്ത് വയ്ക്കണം. ഓരോന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി. ഇതുപോലെ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. കാടില്ലേ, വെള്ളം മുന്തിരി മൊത്തം അരിഞ്ഞ് തീർന്ന്. ഇനി അടുത്ത് നമുക്ക് കറുത്ത മുന്തിരിയാണ് അരിയേണ്ടത്. അപ്പോൾ അതും കൂടി അങ്ങ് ചെയ്യാം. അത് ഓരോന്നായിട്ട് ഈ പാത്രത്തിൽ അരിയാം. പാത്രങ്ങളുടെ കോശ എത്ര തന്നെ ഇട്ട് ഇങ്ങനെ വളർന്നങ്ങ് ഇട്ട് കൊടുക്കണം. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പുളക്കണം. അപ്പം ഇന്ന് മുഴുക്ക ഇത് അരിയേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇത് എടുത്തത് ഇന്ന് എല്ലാം ആയി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ പരിപാടിയാണ് അടുത്തിനി ഉള്ളത്. അപ്പോൾ അതിലേക്ക് കിടക്കാൻ നമുക്കൊരു വലിയ പാത്രം വേണം, അതൊക്കെ വേണം. അപ്പോൾ അതെല്ലാം കൂടെ എടുത്തുകൊണ്ട് വച്ചിട്ട് നമുക്ക് വീഡിയോ ഇത്. അപ്പോൾ ഈ വേസ്റ്റ് എല്ലാം മാറി കളയണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വീഡിയോയിൽ കാണാമെന്നാണ്. കീഴില ആയിരിക്കും. എന്തായാലും നിങ്ങൾ ബാക്കിയും കൂടി കാണുക. ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തോളി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് കാണാം. ഇതിലേക്ക് കുറച്ച് പഴം വേണം. അപ്പോൾ ഇതിനെ തൊലി കഴിഞ്ഞ് നമുക്ക് മിക്സിയിലിടണം. ഓരോന്നായിട്ട് കറുത്തുപോയി പഴം. നല്ല പഴുത്ത് നല്ല കുണുകുണാന്നിരിക്കുന്ന പഴമാണ്. ഇതിനെ ഓരോന്നായിട്ട് നമുക്ക് തൊലി കളഞ്ഞ് ഈ മിക്സിയിലിടാം. എന്നിട്ട് നമുക്കിത് അടിച്ചിട്ട് കാണാം. അതാണ് ഏറ്റവും നല്ലത്. കേട്ടില്ലേ,
മിക്സിയിലിട്ടിട്ടുണ്ട്. അപ്പം കുറച്ച് പഞ്ചസാര ഇട്ട് ഇത് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അടിച്ചിട്ട് വന്ന് നമുക്ക് കാണാം. അപ്പം ഒരൊറ്റ അടി ഇതാണില്ലേ അടിച്ചെടുത്ത് കേട്ടോ. ഇനി നമുക്ക് ഇത് ഈ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിക്കാം. ഇതാണ്ടില്ലേ നല്ല കുറുകുറാന്നിരിക്കുന്ന സാധനമാണ്. ആദ്യം നമ്മൾ ഇടുന്നത് മുസാമ്പിയാണ്. നമ്മൾ ആദ്യമായിട്ട് ഇടുന്നത് അടിപൊളി കാഴ്ചകൾ തന്നെയാണ്. അടുത്ത് വെള്ളമുന്തിരിയാണ് നമ്മൾ ഇടുന്നത്. അങ്ങനെ ഓരോ ഐറ്റമായിട്ട് നമ്മൾ ഇടുന്നുണ്ട്. അടുത്ത് നമ്മൾ ഇടുന്നത് ആപ്പിളാണ്. ആപ്പിള് ഇട്ടുകൊണ്ടിരിക്കുന്നു. അടുത്ത് നമ്മൾ ഇടുന്നത് മാങ്ങയാണ്. നല്ല പഴുത്ത് തൂടുത്ത് തേടാതെ നിൽക്കുന്ന ഒരു മാങ്ങയാണ് നമ്മൾ അതിലേക്ക് ഇടുന്നത്. അടുത്ത് നമ്മൾ അതിലിടുന്നത് മാതളമാണ്. നമ്മളെ ആരോഗ്യത്തിനും ബ്ലഡിനും ഒക്കെ വേണ്ടിയുള്ള നല്ലൊരു ഐറ്റമാണ് മാതളം. മാതളമാണ് നമ്മൾ ഇടുന്നത്. അടുത്ത് നമ്മൾ ഇടുന്നത് കറുത്ത മുന്തിരിയാണ്. നല്ല ഒരു ഐറ്റമാണ് കറുത്ത മുന്തിരി. അടുത്ത് നമ്മൾ ഇടുന്നത് കപ്പലണ്ടിയാണ്. നല്ല തൊലി കളഞ്ഞെടുത്ത നല്ല കപ്പലണ്ടിയാണ് അതിലേക്ക് ഇടുന്നത്. അതിൻ്റെ കാഴ്ചകളാണ്. ഇനി അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ മിക്സിങ് ചെയ്യണം. അടിയിൽ കിടക്കണ പഴമൊക്കെ ഇനി മുകളിൽ വരണം. ആ രീതിയിൽ അങ്ങോട്ട് കുലുക്കിത്തക്കത്തി നല്ല രീതിയിൽ തന്നെയാണ് മിക്സ് ചെയ്യേണ്ടത്. കണാകുണാന്ന് മിക്സ് ചെയ്താൽ അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് പോകും. അല്ലെങ്കിലും ടേസ്റ്റ് കാണുമെന്ന് ഞാനല്ലേ ഉണ്ടാക്കിയത്. വേണ്ട കിടില സാധനമാണ്. നോക്കിക്കൊള്ളേ ആടിപ്പൊളി സാധനമാണ്. നല്ല പാൽ വെണ്ണ പോലെ ഇരിക്കും. കഴിക്കുമ്പോൾ എന്തൊരു വെണ്ണയെന്ന് എനിക്ക് അറിഞ്ഞും കൂടാ. നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ചൊക്കെ നോക്കി എന്നിട്ട് കാണാം. നമ്മൾ കുറച്ചൊരു പാൽ ഒഴിച്ച് വേണ്ടില്ലേ, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര കട്ടിയായി പോവും. നല്ല കലകലാന്നിരിക്കുന്നു. വേണ്ട നിങ്ങൾ ഇടയ്ക്ക് ഇത് വീടുകളിൽ ഉണ്ടാക്കി നോക്കി. ഇപ്പം ചൂടൊക്കെ അല്ലേ, ഇടയ്ക്കിടയ്ക്ക് കഴിച്ചു നോക്കണം. എങ്കിൽ മാത്രമേ കൊള്ളാതിരിക്കൂ. അപ്പം നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അതിന് നമുക്കൊരു പാത്രം എടുത്ത് ഇതിൽ ശകലം കോരിയെടുക്കാം. വീഡിയോ എടുക്കണത് എന്നെ ചിറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഇതാണ്ടില്ലേ എടുത്തിട്ടുണ്ട്. ഇനി കഴിച്ചു നോക്കാം. എന്നാ ടേസ്റ്റ്! കൊള്ളാം. മറ്റേ മുസാമ്പി ഇട്ടതിൽ നല്ല പുളിയുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. സത്യം അമ്മത്തിയാണ് സത്യ. നല്ല കിടുക്കാറ്റ് സാധനം കേട്ടാ. നല്ല കൊള്ളാം. ഞാൻ തിന്നു കളഞ്ഞു. ഉണ്ടാക്കിയ നമുക്ക് വിലയില്ല. അല്ല കൊള്ളാം. കാണ്ടില്ലേ എല്ലാം കഴിക്കും. നല്ല കിട്ടാം, സൂപ്പറായിട്ടുണ്ട്. അപ്പം ഫ്രൂട്ട്സ് സലാഡിൻ്റെ വീഡിയോ ഇത്ര മാത്രമൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ അക്കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു പുതിയ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.